വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാഗസിൻ ബില്ലായിരിക്കും വന്നിരിക്കുന്നത്. മാഗസിൻ ബില്ല് ഞാനാണെങ്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഞാനാണ് ഇന്നത്തെ തംബ്നെയിലിൽ എൻ്റെ ഫേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വൈറ്റി. പിന്നെ നിങ്ങൾ ഈ സൈഡിൽ കണ്ടോ എൻ്റെ മണി ഒക്കെ ഒപ്പിച്ചത് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അത് വീഡിയോയുടെ ബാക്കിയായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഇന്നലെ നമ്മുടെ ബേസ് ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമുക്ക് 2 മെയ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പേരാണ് ലോക്കൽ ചുറ്റിക. ഇതിന്റെ പേരാണ് സ്വിസ് ജൂനിയർ. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്റെ സോഡ് എവിടെ പോയെന്ന്. ആ സോഡില് വലുതായിട്ട് മെൻഡിങ്ങും ഷാർപ്നെസ്സും വലിയ എൻചാന്റ്മെന്റ്സ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ഞാനാണ് ഇവിടെ ഒരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കി, അത് വെച്ചാണ് ഇത്ര മണിയൊക്കെ സെറ്റ് ചെയ്തത് ഞാൻ. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ആയിട്ടൊരു സാധനം ഉണ്ടാക്കി. ഇവിടെ ആയിട്ട് ഞാനൊരു സ്റ്റോറേജ് സിസ്റ്റം ആണ് ഉണ്ടാക്കിയത്. ഇതിന്റെ പുതിയ ബിൽഡാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തും ചെറുതായിട്ട് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ച വീഡിയോ റെക്കോർഡ് ചെയ്താല്. അപ്പം നമ്മൾ വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതല്ലേ നിങ്ങളിപ്പോ കാണുന്നത്. ഞാൻ എന്തായാലും പൊട്ടത്തര വിളിച്ചറിയുന്നത്. സ്പേസിന്റെ ലുക്ക് കണ്ട ഗൈസ്. കൊള്ളാം. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു സീൻ ബിൽഡോട്ട് എന്ന് പറയാണ്. സ്വിസ് ഗെയിമർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ നല്ല സീനായിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന ബേസ്. എന്ത് പറയാനാണ്, പുള്ളിയുടെ ബിൽഡൊക്കെ ഭയങ്കര രസമാണ്. പുള്ളിയുടെ ചാനൽ ഇടുന്ന വീഡിയോസും. പക്ഷെ പുള്ളിക്ക് വലിയ വ്യൂസ് കിട്ടത്തില്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങളെല്ലാം സബ് ചെയ്യുക ഗൈസ്, സ്വിസ് ഗെയിമർ എന്ന ചാനൽ.
അപ്പൊ ഞാനാണ് ഫുഡ് കഴിക്കുമ്പോഴേക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ജോൺ ഡാപ്സ് ഇവിടെ ഇത്ര സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ജോൺ ഡാപ്സ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റൂഫും കൂടെ ചെയ്യണം. റൂഫിൽ നമ്മള് ഇപ്പം എന്താ ഞാൻ ഡീപ് സ്ലൈറ്റ് അയ്യോ ഈ സാധനത്തിന് എന്തായിരുന്നു പറയുന്നത്, പോളിഷ്ഡ് ഡീപ് സ്ലൈറ്റ് ആയിരുന്നു വെക്കുന്നത്. അപ്പൊ ഞാൻ പോളിഷ്ഡ് ഡീപ് സ്ലൈറ്റ് വെക്കുന്നു. പിന്നെ അതിന്റെ ഇടയിലോട്ട് പൊട്ടിച്ച് മാറ്റി ഒരു ഡിസൈൻ തപ്പി പിടിച്ചിട്ട് നമുക്ക് ഇവിടെ എന്താ മറ്റേ ഇവിടെ ലൈറ്റ് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ മറ്റേ നമ്മുടെ സംഭവം ഇത് ഈ കോപ്പർ ബൾബില്ലേ, കോപ്പർ ബൾബ്, അതിന്റെ പച്ച കളറിലെ കോപ്പർ ബൾബാണ് നമ്മൾ ഇവിടെ വെക്കാൻ പോകുന്നത്. ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇവിടെ ഇപ്പം വെക്കാം. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ എന്തോ സംഭവമായി ഇവിടെ കൊണ്ടുവരണ്ടെന്ന് നിങ്ങൾ കമന്റ് അടിക്കേ. ഇവിടെ എന്ത് വേണേലും നമ്മൾ കൊണ്ടുവരാം. നിങ്ങൾ കമന്റ് അടിച്ചാൽ നമ്മൾ ഇവിടെ വല്ല ബ്രൂയിങ് ഏരിയയോ അതോ വേറെന്തെങ്കിലും സംഭവമോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഞാൻ കൊണ്ടുതരാം. കൊണ്ടുവരാം. നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ സെറ്റ് ആക്കി കൊണ്ടുവരും. ഷോപ്പിംഗ് ഏരിയ പോയിട്ട് ഒരു മെന്റിന്റെ ബുക്കും കൂടെ വാങ്ങിക്കണം. നമ്മൾ റിച്ച് ആയി. ഡീപ് സ്ലൈഡിന്റെ ഡയമണ്ട് അല്ലേ ഞാൻ ഇപ്പൊ കണ്ടേ? ഡീപ് സ്ലൈഡ് ഡയമണ്ട് ആണെന്നാണ് എനിക്ക് തോന്നി ഇപ്പൊ കണ്ടത്. അത് നമ്മുടെ സെർവറിന്റെ ബഗ്. കൊറേ ബഗ്സ് ഉണ്ട് സെർവർ, ഇഷ്ടംപോലെ ബഗ്സ് ഉണ്ട്. എനിക്ക് മാത്രം യൂട്യൂബറിന്റെ ടാഗ് കിട്ടുന്നില്ല. ഐ എം കൈൻഡ് യൂട്യൂബർ ടാഗ് ബ്രോ. ഐസ്, അപ്പം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഒന്നും അറിയത്തില്ല. നെക്സ്റ്റ് വീഡിയോ മിക്കവാറും എന്താന്ന് എനിക്ക് അറിയാത്തില്ല. ഇങ്ങനെ എന്താ ചളി, ചളിയല്ലേ. നമുക്കിനി ഇവിടെ ഫുൾ ഇത് വെക്കാം. ഐസ് വേറെ കാര്യം കാണിച്ചാലേ, ഞാനാണെ ഫുള്ള് കൊത്തിയിരുന്നിട്ട് അതെ ഇത് കണ്ടോ, ഫുള്ള് കൊത്തിയിരുന്നിട്ട് ഇത്രയും ഡീപ് സ്ലൈറ്റ് ആണ് കേട്ടോ ഗൈസ്. അതിന്റെ ഇത്ര സ്റ്റാക്ക് ഓഫ് ഡീപ് സ്ലൈറ്റ് ബ്രോ. ശരി, ഷെയ്ഡർ ഇട്ടേക്കുന്നോണ്ട് ബ്ലോക്ക് ഒന്നും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ബൾബ് ഇപ്പൊ വെക്കണം. എന്റെ ഒത്തിരി ബൾബ് ഇല്ല, അതുകൊണ്ട് ഈ ബൾബാണ് 8 ഉള്ളു. 8 വെച്ചുള്ളൂ. കറക്റ്റ് 8 വെക്കാം. നമ്മുടെ അവസാനം തീർന്നിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് പോവാ. നല്ല ലുക്ക് ഉണ്ടല്ലേ ഗൈസ് കാണാൻ. താഴത്തെ സാധനം മാറ്റണോ വേണ്ടയോ എന്നാണ് എനിക്ക്. താഴത്തെ വെച്ചത് കണ്ണാപ്പിയായി പോയോ എന്നൊരു ഡൗട്ട്. സീനില്ലല്ലോ. എല്ലാരും സബ് അടിക്കുക ഗൈസ്. നമുക്ക് കുറച്ചും കൂടെ സബ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാം ഗൈസ്. സ്ട്രീം ചെയ്തോണ്ടിരുന്ന ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരൊക്കെ നമ്മളെ കാണിച്ചു തരാം ഗൈസ്. ഞാൻ അതിന്റെ കൂടെ കമന്റ് ഒക്കെ ഇട്ടാൽ നമ്മളൊരു ജേടയുള്ളത് യൂട്യൂബറാണ്, അറിയാമല്ലോ. ഞാനാണ് ഏറ്റവും ഏജ് കുറഞ്ഞ യൂട്യൂബർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏജ് എല്ലാരും സബ് അടിക്കുവാണ്. നമുക്ക് വീഡിയോ ഇടാം. സബ് അടി ഗൈസ് പ്ലീസ്. സബ് അടിച്ചാൽ എനിക്ക് വീഡിയോ ഇടാം. നിങ്ങൾക്കും ഗുണം എനിക്കും ഗുണം.
നിങ്ങൾക്ക് എന്റെ പൊട്ടത്തരൊക്കെ നിങ്ങൾ കാണിച്ചു നമ്മള് പൊട്ടനാന്ന് നിങ്ങൾക്ക് അറിയാലോ. സ്വയം പ്രാപ്തിയാന്നേ. എന്തുവാ എനിക്ക് ദേഷ്യം വരും. ഞാൻ കുറച്ചേരം ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു ബിൽഡ് ചെയ്യട്ടെ. പിന്നെ കഴിഞ്ഞു. നമുക്ക് പോയി ബേക്കിംഗ് കൂടെ ഡീപ്സ്ലൈറ്റ് ചെയ്യാം. സ്റ്റോൺ ഒക്കെ എടുത്ത് വിൽക്കണമല്ലോ. ഡീപ്സ്ലൈറ്റ് ഒരു ഡീപ്സ്ലൈറ്റ് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ഇത് സ്റ്റോൺ കിട്ടുന്നതിന് വെച്ചിട്ട് പോളിഷ് ആക്കണമെങ്കിൽ കുറച്ചേരം കിട്ടപ്പ. നമ്മൾ മൊബൈൽ പ്ലെയറാണ്. നമ്മൾ ആദ്യത്തെ മാലതിന്റെ വീടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഓർക്കുന്നതാണ് തോന്നുന്നു. ഇതിനകത്ത് കുത്തണം ഗൈസ്. പിന്നെ കുത്തിക്കഴിഞ്ഞ് നമ്മുടെ ജോൺ ടാപ്സ് പോയി ഗൈസ്. ജോൺ ടാപ്സ് ഫുഡ് അടിക്കാൻ പോയി. ഞാൻ ഫുഡ് അടിക്കാൻ പോയ സമയത്ത് ജോൺ ടാപ്സ് ഇതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജോൺ ടാപ്സ് വരുമ്പോൾ നമുക്ക് ജോൺ ടാപ്സിന്റെ കൂടെ ഈ ബൾബ് ഒപ്പിക്കാൻ പോകാം. എന്നിട്ട് ബൾബ് വെക്കുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതല്ല. ആ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ എല്ലാ വീഡിയോ സൺഡേയും ട്യൂസ്ഡേ ഒക്കെ ആയിട്ടൊക്കെ സൺഡേയും ഞാൻ പറയാം സൺഡേയും അതിനെന്തുവാ പറയുന്നേ. അയ്യോ ഇന്നത്തെ ദിവസം എന്തുവായിരുന്നു? ഫ്രൈഡേ സാറ്റർഡേ. അങ്ങനെ പറ. സാറ്റർഡേയിലും ഞാൻ ഇപ്പൊ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സാറ്റർഡേയിലായിരിക്കും. പക്ഷെ വീഡിയോ വരുന്നത് സൺഡേയിലായിരിക്കും. ഈ സാധനം ഞാൻ മാറ്റും കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നത് കർണാട്ടി ലുക്കായിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാക്ക് കുറച്ച് മതി ഗൈസ്. കുറച്ച് 19 ധാരാളമായി. ഷുഗർ കെയിൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നേ. ഈ ഷുഗർ കെയിനൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. 19 ഇവിടെ തികച്ചില്ലേ? 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെ മുതലും വരുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഇവിടുത്തെ മൊത്തം സെറ്റപ്പ് നമ്മൾ ചെയ്ത തീർത്തിട്ടുണ്ട് ഗൈസ്. ഓ ഇതെന്ത് ക്രൗച്ച്. അയ്യോ സോറി ഗൈസ്. റീക്യാമിന്റെ ഒരു കുഞ്ഞിക്കളിയേ. ഇതെന്ത് കഷ്ടമാണ്. ഇതാണ് നമ്മുടെ ലുക്ക്. കേട്ടാ നമ്മുടെ ഉള്ള ബൾബ് നമുക്കിനി എങ്ങനെ വെക്കും? പിക്കാക്സ് നെതറി പോകുന്നൊക്കെ നമുക്കുള്ള ബൾബ് 1 2 അങ്ങനല്ലേ. ഒരു ബ്ലോക്ക് വിട്ട് ഇങ്ങനെ പൊട്ടിക്കാം. അവിടല്ല. എന്താണ് കുട്ടി കാണിക്കുന്നേ? എന്താണ് ഉണ്ണി ഇങ്ങനെ? പക്ഷേ ഇങ്ങനത്തെ ഒരു രീതി ബൾബ് വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബൾബ് വെച്ച് വെക്കാം. ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ഒട്ടിച്ച് കളഞ്ഞിട്ട് ഇനി ഇതും കൂടെ വെക്കാം. അയ്യോ
ഇവിടെയും കൂടെ വെച്ചാൽ അത് കറക്റ്റ് ആവും. സെറ്റ് ആയിട്ടുണ്ട്. സ്റ്റോറേജ് ഒന്ന് ക്ലിയർ ചെയ്യണം. നമുക്ക് വരുന്ന വഴിയെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഗൈസ്. നമ്മുടെ സ്റ്റാച്ചു ഒക്കെ ഇനി ഇവിടെ പണിയും ഗൈസ്. ഇത് വെച്ചിട്ട് ഇത് ഇതാക്കാൻ പറ്റുമോ ഗൈസ്? ഈ പണി മാറ്റി പേപ്പർ വെക്കാൻ പറ്റുമോ? പേപ്പർ ഇങ്ങനെ പറ്റത്തില്ലല്ലേ? ഇങ്ങനെ പറ്റത്തില്ലല്ലേ? അതിന് മറ്റേ എന്താ വേറെന്താ ഇപ്പൊ ഇല്ലേ വേണ്ടി? പണിയുടെ തന്നെ വേറെന്തോ സംഭവം കൊണ്ടാണ് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ സ്റ്റോൺ എടുത്ത് ഇങ്ങോട്ട് വെക്കണം. ഇതെടുത്ത് ഈ പെട്ടിയൊക്കെ ഇനി കുറച്ച് ഫില്ല് ചെയ്യണം. കുറച്ച് മരം മുറിയണം. ഇനി നമുക്ക് കുറച്ച് മൺമരമായാലോ ഗൈസ്. കുറച്ച് ആൾക്കാർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വരാം. ആർക്കെങ്കിലൊക്കെ GUI അടിച്ചിട്ട് നമ്മള് ഈ സ്റ്റാക്ക് കണക്കിനുള്ള വെട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കിട്ടും ഗൈസ്. ആവശ്യം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ പോഷന്റെ ബോട്ടിലായി. നമുക്ക് നമ്മുടെ സ്പോൺ പോയിന്റ് ഒന്ന് സെറ്റ് ചെയ്യണം ഗൈസ്, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. എന്റെ ലുക്ക് കണ്ട, നടന്നു വരുന്ന ലുക്ക് കണ്ട ബഡീസ്. സ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യണം. നമ്മൾ ഇതുവരെ ഇന്ത്യയിൽ സെറ്റ് ചെയ്തില്ല ഗൈസ്, അത് സെറ്റ് ചെയ്യണം. സ്പോൺ പോയിന്റും കൂടെ സെറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. ഉറങ്ങണ്ട പ്ലീസ്. ഓക്കെ സെറ്റ്. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. കാരണം കൂടുതൽ ലെങ്ത് ആയി കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഗൈസ്, അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. എല്ലാവർക്കും ടാറ്റാ.